വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 65-66 വാക്യങ്ങൾ. പീലാത്തോസ് അവരോട്, കാവൽ കൂട്ടത്തെ തരാം, പോയി നിങ്ങളാലാകുന്നിടത്തോളം ഉറപ്പുവരുത്തുവിനെന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്രവെച്ച് കാവൽ കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. സർവശക്തനും മഹാപരിശുദ്ധനുമായ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. തിരുസന്നിധിയിൽ അഭയം തേടുവാനും ആരാധനാപൂർവമായിരിക്കാനും ഈ നാളുകളിൽ ദൈവം നൽകിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കാം. യേശുവിൻ്റെ ക്രൂശ് മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നിയമപരമായി മരണപ്പെട്ട ആളിനെ ക്രൂശിൽ നിന്ന് താഴെ ഇറക്കി. പ്രത്യേകാൽ സാധാരണ ഒരു അടക്ക ശുശ്രൂഷ ചെയ്യുന്നത് പോലെ അല്ല, കല്ലറ സുശക്തമാക്കി നിയമപരമായി ആധികാരികമായിട്ട് വേണ്ടുന്ന നടപടികളോടും സുരക്ഷിതത്വത്തോടും കൂടെ യേശുവിനെ കല്ലറയിൽ വെച്ചു. അപ്പോഴാണ് പരീശന്മാർ, മഹാപുരോഹിതന്മാർ ഇവർ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന്, യജമാനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. അവൻ്റെ ശിഷ്യന്മാർ അവനെ എടുത്തുകൊണ്ട് പോയിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും. അതിനാൽ വീണ്ടും സൂക്ഷിക്കണം. 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കണം എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോടായി, വേണ്ടുന്ന കാവൽക്കൂട്ടത്തെ തരാം, ആകുന്നിടത്തോളം കല്ലറ ഉറപ്പുവരുത്തുക, മുദ്ര ചെയ്യുക. അതിൻ പ്രകാരം കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കുകയും ചെയ്തു. ഇത്ര ആധികാരികതയോടുകൂടെ കല്ലറ ഉറപ്പാക്കി 3 നാൾ വരെ ശ്രദ്ധയോടുകൂടെ കാത്ത്, ആ കാത്തിരിപ്പിൻ്റെ പരിണിതഫലം വന്നത് ശത്രുപക്ഷത്തെ ലജ്ജയിൽ തല താഴ്ത്തി സർവ്വവിധമായ തിന്മയുടെ പരിശ്രമങ്ങൾക്കും പരിസമാപ്തി വരുത്തി സർവശക്തനായവൻ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന അനുഭവമാണ്. ജീവിതയാത്രയിൽ പ്രതിസന്ധികളിൽ പതറാതെ കർത്താവിനോട് യാത്ര ചെയ്യുന്നവർക്കും ശത്രുപാളയത്തിൻ്റെ മുമ്പിലും മേശയൊരുക്കുന്ന കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടാൻ പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ വീണ്ടും വിനയപ്പെടുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നുവല്ല. അങ്ങ് മരിച്ചവരുടെ ദൈവമല്ല എന്ന് സാക്ഷിക്കത്തക്ക തരത്തിൽ ശത്രുപാളയത്തിന് വളരെ ഭയമുണ്ടാക്കി അവർ എന്തൊക്കെ ചെയ്തുവെങ്കിലും കർത്താവിനെ തടയുന്നതിന്, കർത്താവിനെ തടസ്സപ്പെടുത്തുന്നതിന്, കർത്താവിനൊരു പരിസമാപ്തി വരുത്തുന്നതിന് അവർക്ക് കഴിയില്ല എന്ന ഉൾബോധം കല്ലറ ഉറപ്പാക്കുവാൻ വീണ്ടും നിർബന്ധിതമായതുപോലെ കർത്താവിൽ വിശ്വസിക്കുന്ന മക്കളെ കർത്താവ് കാക്കുന്നതും കരുതുന്നതും ഏത് ശത്രുപാളയത്തിൻ്റെ മധ്യത്തിലും കൃപ തന്ന് കരുതുന്ന സാന്നിധ്യമാണ്. ആ കൃപയാൽ ദൈവമക്കൾ ജീവിക്കുവാൻ അങ്ങ് കൃപ ചെയ്യണമേ. മരണകരമായ കുഴിയിലും കുഴഞ്ഞു ചേറ്റിലും കരകയറ്റുന്ന കർത്താവിൻ്റെ സാമീപ്യത്തെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടവരുത്തണമേ. ഇന്ന് ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ. തിരുകൃപ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൽ ശക്തിപ്പെടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ നിറവുകളാൽ നിറയുവാൻ ഇടവരുത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം നമുക്ക് തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.